ഹലോ മക്കളെ, അപ്പം കുറേ പേർക്കെങ്കിലും ഇങ്ങനെ ഒരു പേടിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടെൻഷനിൽ ഇരിക്കുന്നുണ്ടാവും അല്ലേ? പ്ലസ് വണ്ണിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ, അത് നമ്മുടെ ഫ്യൂച്ചറിനെ ബാധിക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ ഇതിനൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താ? നമ്മളുടെ 10ാം ക്ലാസ് നമ്മളെങ്ങനെയാണ് പഠിച്ചു പോയത്? ലാസ്റ്റ് 3 മാസം അല്ലെങ്കിൽ ലാസ്റ്റ് 1 മാസം കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മളങ്ങോട്ട് ഫുൾ A+ ഒക്കെ നേടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നല്ല മാർക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. ആ ഒരു കോൺഫിഡൻസിലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ നമ്മളുടെ പ്ലസ് വണ്ണിലേക്ക് കടന്നത്. നമ്മൾ സാധാരണ പോലെ അങ്ങോട്ട് കളിച്ച് ചിരിച്ച് എൻജോയ് ചെയ്ത് പോയി. എക്സാം അടുത്തപ്പോഴായിരിക്കും നമ്മൾ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ബുക്കൊക്കെ തുറന്ന സമയത്ത് ഒന്നും തലയിൽ കയറുന്നില്ല. എന്തൊക്കെയൊക്കെയോ പഠിച്ചു, എവിടുന്നൊക്കെയോ ക്ലാസ്സുകളൊക്കെ കണ്ടു. ക്ലാസ്സുകളൊക്കെ കണ്ട് നിങ്ങളെല്ലാവരും പഠിച്ചു. പക്ഷെ എന്ത് പറ്റിയിട്ടുണ്ടാവില്ല, നിങ്ങൾ ഫസ്റ്റ് ടൈം പഠിക്കുന്നതായതുകൊണ്ട് എക്സാം ടൈമിൽ നമ്മൾ വിചാരിച്ചത്ര നമുക്ക് അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം ബ്രെയിനിലത് സ്റ്റോർ ചെയ്യാൻ തുടങ്ങിയത് ആദ്യമായിട്ടാണ്. ഓൾറെഡി നിങ്ങൾ നേരത്തെ സ്റ്റോർ ചെയ്തൊരു സാധനമാണ് ബ്രെയിനിന് റീകോൾ ചെയ്യാൻ പറ്റുക, തിരിച്ചെടുക്കാൻ പറ്റുക, റിട്രീവ് ചെയ്ത് എടുക്കാൻ പറ്റുക. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടൊരു പഠിക്കുന്ന സാധനം ബ്രെയിൻ ഉറപ്പിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ എക്സാം എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ച രീതിയിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും, കാരണം നല്ല മെമ്മറിയൊക്കെ ഉള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. പക്ഷേ എൻ്റെ മക്കൾക്ക് എന്ത് പറ്റിയിട്ടുണ്ടാവില്ല, വിചാരിച്ചത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഒരു സംശയം ഉണ്ടാകും, മാർക്ക് കുറവാവാൻ ചാൻസ് ഉണ്ട്, അത് ഞങ്ങളെ ബാധിക്കുമോ? അതിനൊരു ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാർക്ക് പ്ലസ് വണ്ണിന് കുറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെ വലിയ രീതിയിൽ ബാധിക്കില്ല. പക്ഷെ അതിനൊരു ചെറിയൊരു ക്ലോസ് കൂടിയുണ്ട്, അത് മിസ് പറഞ്ഞുതരാം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ റീസൺ ഇതാണ്. ഇനിയുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായിക്കോട്ടെ, നിങ്ങൾ ചിലപ്പോൾ മെഡിക്കൽ ഫീൽഡായിരിക്കാം, അല്ലെങ്കിൽ നീറ്റ് എക്സാം എഴുതിയിട്ട് അങ്ങനെ പോകാനായിരിക്കാം, ചിലപ്പോൾ കീം എക്സാം JEE ആയിരിക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ കോളേജസിൽ പോയി പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം CUET അല്ലേ? ഇനി മിക്കവാറും നമ്മൾ നല്ല നല്ല കോളേജസൊക്കെ, അതായത് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസൊക്കെ അഡ്മിഷൻ എടുക്കുന്നത് ഈ CUET എന്ന് പറയുന്ന എൻട്രൻസ് ടെസ്റ്റിൻ്റെ സ്കോർ ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ഫ്യൂച്ചർ എയിം ചെയ്യുന്നത് വളരെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ പ്ലസ് വണ്ണിൻ്റെ മാർക്ക് നിങ്ങളെ ബാധിക്കില്ല. കുറച്ച് സമാധാനമായോ? ഞാൻ കുറച്ചുകൂടി സമാധാനം തരാം. അപ്പോൾ അതല്ല, നിങ്ങൾക്ക് മാർക്സ് അപ്പോൾ ഒട്ടും വേണ്ടേ, പിന്നെ ഞങ്ങൾ എന്തിനാണ് പ്ലസ് വൺ പഠിക്കുന്നത്? മാർക്സ് വേണം. ഇപ്പോൾ ചില കുട്ടികളൊക്കെ ആണെങ്കിൽ നാട്ടിൽ തന്നെ വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റുന്ന രീതിയിൽ പഠിക്കാനായിരിക്കും ആഗ്രഹം. നമ്മുടെ നാട്ടിൽ ഒരുപാട് കോളേജസൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയിട്ട് കോളേജസിലൊക്കെ പോകണം, BSc MA MSc ഒക്കെ എടുക്കണം, അങ്ങനെയാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ നിങ്ങളുടെ പ്ലസ് വൺ മാർക്സ് ആവശ്യമായിട്ട് വരും. അതല്ല, നിങ്ങൾ ഇങ്ങനത്തെ കുറച്ചുകൂടി എന്താ പറയുക, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഇവിടെ ഉള്ളത്, മോശമാണെന്നല്ല, നല്ല ഡൽഹി യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെയാണ് എയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ എയിംസ് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ മെഡിക്കൽ കോളേജസ് ഒക്കെയാണ് എയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ എഞ്ചിനീയറിംഗ് കോളേജസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്ലസ് വൺ മാർക്ക് അവിടെ നിങ്ങളെ വലിയ രീതിയിൽ ബാധിക്കില്ല. പക്ഷേ ഒരു കാര്യമുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്ലസ് വണ്ണിലെ മാർക്സിനേക്കാളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അതിൻ്റെ ബേസിക്സ് പഠിക്കുക എന്നുള്ളതാണ്. പ്ലസ് വൺ നമ്മൾ എന്തിനാണ് നല്ല മാർക്സ് വേണം എന്ന് പറയണമെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ബേസിക്സ്, നല്ല മാർക്സ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമുക്ക് കോൺസെപ്റ്റ് നല്ലപോലെ ക്ലിയർ ചെയ്ത് നമ്മൾ എഴുതുമ്പോഴാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ബേസിക്സ് നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പ്ലസ് വൺ മാർക്സ് നിങ്ങളെ വലിയ രീതിയിൽ ബാധിക്കില്ല. നിങ്ങൾ നാട്ടിലെ കോളേജസിലൊന്നും അല്ല പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിലും, കാരണം അവിടെ നമ്മളുടെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഒക്കെ സ്കോറും പിന്നെ പ്ലസ് ടുവിൻ്റെ 50% മാർക്കുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങൾ നോക്കേണ്ടത് എന്താണ്? പ്ലസ് വണ്ണിൽ പറ്റിയിട്ടുള്ള ഈ ഒരു പ്രശ്നം, അതായത് ലാസ്റ്റ് ടൈമിൽ പോയിരുന്ന് പഠിക്കുന്ന ഈ ഒരു കാര്യം പ്ലസ് ടുവിൽ ചെയ്യാതിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? നേരത്തെ തന്നെ നമ്മൾ പ്ലസ് ടു തുടങ്ങണം. അപ്പോൾ ഓൾറെഡി നമ്മളെ പ്ലസ് ടു ബാച്ചസ്, നമ്മളുടെ എക്സാമിനറിൻ്റെ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. April 10th സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ് എടുത്തു പറയുകയാണ്, ഇത് നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ സീനിയേഴ്സ് പഠിച്ച ഉയരിയ ക്ലാസ്സുകളാണ് ഇവിടെയുള്ളത്. നമ്മൾ പുതിയതായിട്ട് വരുന്നത് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ഡിലേ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കൂളിൽ തുടങ്ങുന്നതിന് മുമ്പ് എന്തായാലും തുടങ്ങും, പക്ഷേ കുറച്ച് നേരത്തെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവും. കാരണം പ്ലസ് ടുവിൽ നമുക്ക് എന്താണ്, പ്ലസ് ടു നമുക്ക് പ്രാക്ടിക്കൽ എക്സാംസും റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ അത് എപ്പോഴും നല്ലതായിരിക്കും. ആൻഡ് May 1st or 2nd വീക്ക് ആകുമ്പോൾ നമ്മളുടെ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പ്ലസ് വണ്ണിൽ മാർക്ക് കുറഞ്ഞു വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അത്ര നിങ്ങൾ വിചാരിച്ചത്ര പോലെ എത്തിയിട്ടില്ല, അതെന്തായാലും വേണം, നിങ്ങൾ നാട്ടിലൊക്കെയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ടല്ലേ, നമുക്ക് പ്ലസ് വണ്ണിൽ എന്താണ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നത് മിസ് എൻകറേജ് ചെയ്യില്ല. അതല്ല ഒട്ടും കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ. കാരണം ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഒന്ന് നമ്മളുടെ പ്ലസ് ടു അവിടെ കൊള്ളാവും,
പിന്നെ നമ്മൾ പഠിച്ച കാര്യം തന്നെ വീണ്ടും പഠിക്കണം. പിന്നെ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവും, എനിക്ക് മാർക്ക് കൂടുമോ. അപ്പം അത്യാവശ്യം നല്ലൊരു 85% മുകളിലൊക്കെ ഉണ്ട്, ഒരു 80% മുകളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വലുതായിട്ട് പോകണ്ട എന്നാണ് മിസ്സിൻ്റെ പേഴ്സണലി ഉള്ള അഭിപ്രായം. പിന്നെ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ പാരൻസ് പറയുന്ന, ടീച്ചേഴ്സ് പറയുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനൊരു ചാൻസ് കൂടി ഉണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ +2 നല്ല സേഫ് ആക്കുക എന്നുള്ളതാണ്. കാരണം +2ൻ്റെ മാർക്സ് അത്യാവശ്യം നിങ്ങൾക്ക് ചിലപ്പോൾ പല കോളേജസിൽ, ഇപ്പോൾ CUETയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷനാണ്, എൻട്രൻസ് ടെസ്റ്റാണ്. അപ്പോൾ അങ്ങനത്തെ ടെസ്റ്റൊക്കെ എഴുതി നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് CUETയുടെ സ്കോറാണ് നിങ്ങൾക്ക് ആവശ്യം. പക്ഷേ ചില സമയത്ത് 2 പേർക്കും ഒരേപോലത്തെ സ്കോർ വരുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കുക അവരുടെ പിന്നെ നെക്സ്റ്റ് ആയിട്ട് നോക്കുന്ന ടൈ വരുന്ന സമയത്ത് CUET എൻട്രൻസ് ടെസ്റ്റിൻ്റെ സ്കോർ ടൈ വന്നു കഴിഞ്ഞാൽ പിന്നെ കൺസിഡർ ചെയ്യുന്നത് നിങ്ങളുടെ +2 മാർക്സാണ്. അപ്പോൾ അതിൽ ആർക്കാണോ നല്ല +2 മാർക്സ് കൂടുതൽ അവരെ ചൂസ് ചെയ്യും. അപ്പം അവിടെയും നമുക്ക് ആവശ്യം +2ൻ്റെ മാർക്സാണ്. ഓക്കെ, അപ്പോൾ +1 ഏതായാലും മാർക്ക് കുറഞ്ഞു, വിഷമിക്കേണ്ട. നമ്മുടെ ഭാഗ്യത്തിന് അത് നമ്മളെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ ബേസിക്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. മാർക്സേ കുറഞ്ഞിട്ടുള്ളൂ, ബേസിക്സ് നിങ്ങൾക്ക് തറോ ആയിരിക്കണം. കാരണം NEET ആയിക്കോട്ടെ, JEE ആയിക്കോട്ടെ, KEAM ആയിക്കോട്ടെ, CUET ആയിക്കോട്ടെ, എല്ലാ എൻട്രൻസ് എക്സാമിനേഷനും +1 +2 സിലബസ് ചോദിക്കും. അപ്പം ബേസിക്സ് അത്യാവശ്യമാണ്. ഇനി +2 പഠിക്കാൻ എന്ത് ചെയ്യണം? നോ ഡൗട്ട് നമ്മുടെ ഉയരെ ബാച്ച് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. +2ൽ എല്ലാ ടോപ്പിക്സും എല്ലാ കംപ്ലീറ്റ് സിലബസ്, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം സിലബസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസിൻ്റെ ബേസിസിലുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് എടുക്കുന്ന ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ നമ്മളുടെ ബാച്ചിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കാണ് ജോയിൻ ചെയ്യാം. ഇപ്പോഴാണെങ്കിൽ 4000 രൂപ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതെ നമുക്ക് എല്ലാ ക്ലാസ്സുകളും ഉണ്ടാവും. റിവിഷൻ ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, പ്ലസ് ലൈവ് ക്ലാസ് ഉണ്ടാകും, റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാകും. നമ്മളുടെ ഈ എക്സാമിനറിൻ്റെ ഈ ബുക്ക് സെറ്റ് നിങ്ങൾക്ക് കിട്ടും, നമ്മൾ എഴുതുന്ന PDF നോട്ട് കിട്ടും. അങ്ങനെ എൻ്റെ മക്കൾക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ, ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ബാച്ചിലുണ്ടാകും. അപ്പോൾ മാർക്സ് മാത്രമല്ല, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി തന്നിട്ടായിരിക്കും എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം, ഒട്ടും വൈകിക്കാതെ ജോയിൻ ചെയ്യാം താല്പര്യമുള്ളവർക്കാണെങ്കിൽ. ഓക്കെ, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അതും ഓക്കെയാണ്. എന്തായാലും നല്ല വൃത്തിക്ക് പഠിക്കുക. +1ൽ പറ്റിയ ആ ഒരു ടെൻഷൻ, ആ ഒരു മാർക്സ് കുറയല്ല, ലാസ്റ്റ് മിനിറ്റ് പഠിത്തം അത് ഒഴിവാക്കുക. +2 എങ്കിലും ക്ലിയർ ആക്കുക, സേഫ് ആക്കുക. ഓക്കെ.